വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ആ ഒരു മാത്തച്ഛനാണെങ്കിൽ ADMൻ്റെ ഓഫീസിൽ വീണ്ടും ചെല്ലുന്നുണ്ട്. അന്നേരം നേരത്തെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ആളുമുണ്ട്. അന്നേരം ജോൺ വഴക്ക് പറയുകയാണ്, നിങ്ങൾ എന്തിനാ നേരിട്ട് പോകരുത്, ഞാനാണെങ്കിൽ ഒരുവിധം ശരിയാക്കി തരാമെന്ന് വിചാരിച്ചതായിരുന്നു, ഇതിപ്പോൾ നടക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഇതുപോലെ കുറേ എണ്ണത്തിനെ മെരുക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഇത് അതുപോലെ ഒന്നും മെരുകുന്നതൊന്നുമില്ല, സിംഹാലയം കുരങ്ങിൽ വംശനാശം സംഭവിച്ച ഒന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെയുള്ളതാണെന്ന് പറയുന്നുണ്ട്. നേരെയാണെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് ഒരു വഴിയുണ്ട്. കളക്ടറാണെങ്കിൽ അടുപ്പിച്ച് 3 ദിവസം ലീവ് എടുത്താൽ കളക്ടറുടെ സീൽ വെച്ച് കൃത്രിമ രേഖ ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷേ 3 ദിവസം ലീവ് എടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം അവരെ കൊണ്ട് എങ്ങനെ ലീവ് എടുപ്പിക്കാതെ, അല്ലെങ്കിൽ വല്ല പനിയും വരണമെന്ന് പറയുന്നുണ്ട്. അന്നേരം പനിയാണെങ്കിൽ ഇവരെ കണ്ടാലായിട്ട് പേടിച്ച് ഓടും. പിന്നെ വേറെ വല്ലതും എന്തെങ്കിലും ചെയ്യാം. അന്നേരം 10 ദിവസം ലീവ് എടുപ്പിക്കാനുള്ളൊരു പണി ഞാൻ ചെയ്യാം, പിന്നെ സാറാണെങ്കിൽ രേഖ ഉണ്ടാക്കി തുടങ്ങിക്കോന്ന് പറയുകയാണ്. അന്നേരം അത് ഏറ്റവും ഇങ്ങനെ മാത്തച്ഛൻ സമ്മതിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ ഓണാഘോഷത്തിൻ്റെ ഒരു പരിപാടികളൊക്കെ കഴിയുന്നുണ്ട്. അന്നേരം ശിവനും ശാലിനിയും കുട്ടികളും കമലിനും കൂടി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നമ്മൾ കുറച്ചുകൂടി നേരത്തെ പോകേണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, നമുക്കൊന്നിനും തലവെച്ച് കൊടുക്കാം, എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറയുമ്പോൾ കുട്ടികളും പറയുന്നുണ്ട് പോകുന്നതാണ് നല്ലത്. അന്നേരം കമലിനും പറയുകയാണ്, അന്നേരം ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് പോകാം ആശാനെന്നും പറഞ്ഞ് ഈ കുട്ടികളാണെങ്കിൽ ശാലിനി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയും രോഹിത്തും ശ്യാമയും കൂടി അങ്ങോട്ടത്തേക്ക് വരികയാണ്. അന്നേരം എങ്ങോട്ടത്തേക്ക് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവരെവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് പറയാൻ നീ ആരാടിയെന്ന് ഇങ്ങനെ ഭാമ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ഞാൻ ഇവരുടെ അമ്മ എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ നീ വലിയ കാര്യത്തിൽ പറയുന്ന കേട്ടല്ലോ, കുടുംബശ്രീ ശാരദയുടെ കൊച്ചുമക്കളെന്ന്, അതിനേക്കാൾ ബന്ധം എനിക്കുണ്ട്, ഞാനിവരുടെ പിന്നെ അച്ഛമ്മയാണ്, അച്ഛൻ്റെ അമ്മ, കോടതി അംഗീകരിക്കുന്നതും ആ ഒരു ബന്ധം തന്നെയാണ്, അതുകൊണ്ട് ഇവരെ ഞാൻ കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞിട്ട് വാ മക്കളെ എന്ന് വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഇവരെ പുറകോട്ട് പിടിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നടക്കില്ല, പിന്നെ നിങ്ങൾ അപ്പോൾ ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൂടെ ആരുണ്ടായാലും ശരി എൻ്റെ കൂടെ ഒരാൾ ദൈവം മാത്രം കാണും, എൻ്റെ മക്കളെ എന്ന് എൻ്റെ കൂടെ തന്നെ കാണുമെന്നിങ്ങനെ ശാലിനി കട്ടയ്ക്ക് പറയുകയാണ്. അന്നേരം ഭാമയ്ക്ക് അകപ്പാട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശിവനും കമലിനൊന്നും ഒന്നും മിണ്ടുന്നില്ല, പക്ഷേ കുട്ടികളാകെ പേടിച്ചെന്ന പോലെ നിൽക്കുകയാണ്. ഈ സമയത്ത് രാഘവൻ നായരും പിള്ളയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം കൊള്ളാമല്ലോ, ഇതിപ്പോൾ വീട്ടിന് പുറത്തും ആയോ വെല്ലുവിളി എന്നും പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്, ചെല്ല് എന്നിങ്ങനെ ചെല്ലിടാ വിഷ്ണു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി കുട്ടികളെയും കൊണ്ട് അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അന്നേരം ശിവനും കൂടെ പോകുന്നു, കമലിനും പോവുകയാണ്. അന്നേരം ഭാമ ദേഷ്യപ്പെടുന്നുണ്ട്, രാഘവേട്ടൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലേ, അന്നേരം നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത്തും ഇങ്ങനെ നിൽക്കുകയാണ്. രോഹിത്തും ആ ശ്യാമയോടൊപ്പം എന്ന പോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ പറയുകയാണ്, രോഹിത്തെ ഈ കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ വരണം, അതിനെന്ത് കളി കളിക്കാനും ഞാൻ തയ്യാറാണ്, എന്ത് വില കൊടുക്കാനും തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് അത് കേട്ട് നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ ഒരുമാതിരി പുച്ഛിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ അരുണയുടെ വീട്ടിലെ അരുണ കോടതിയിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. അന്നേരം കുഞ്ഞിങ്ങനെ കട്ടലിൽ ഉണർന്ന് കിടക്കുകയാണ്. അന്നേരം അച്ഛൻ്റെ ഭാഗ്യമോൾ ഉണർന്നൊന്നും പറഞ്ഞ് മൂർത്തി വരുന്നുണ്ട്. അന്നേരം മൂർത്തി കുഞ്ഞിൻ്റെ വാശി കാണുമ്പോൾ കരയിപ്പിക്കരുതേ, ശാരദയാണെങ്കിൽ കുളിക്കുകയാണ്, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് പ്രധാനപ്പെട്ട കേസുണ്ട്, അപ്പോൾ കരച്ചിലായ മുഖം കണ്ടുപോയാൽ എനിക്കൊരു സമാധാനവും പിന്നെ കിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം മൂർത്തി ഇങ്ങനെ മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ കുഞ്ഞ് ചെറുതായിട്ട് അങ്ങോട്ട് കരഞ്ഞു തുടങ്ങുകയാണ്. അന്നേരം നിൻ്റെ സംസാരം കേട്ടു എന്ന് തോന്നുന്നു, ചെറുതായിട്ട് അനക്കം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂർത്തി കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഈ സമയത്ത് കുഞ്ഞങ്ങോട്ട് കരയുകയാണ്. അന്നേരം മുത്തശ്ശിയും കൂടി വരുന്നുണ്ട്. അന്നേരം മുത്തശ്ശിയുടെ മോൾ ഉണർന്നോ, ഇന്ന് ഭാഗ്യക്കുട്ടി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് എടുക്കുകയാണ്. അന്നേരം എടുത്ത ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് ചെറുതായിട്ട് ചൂടുണ്ടല്ലോ എന്ന് തൊട്ട് നോക്കിയെന്ന് പറയുമ്പോൾ മുത്തശ്ശനെ നോക്കുന്നുണ്ട്. അപ്പോൾ അരുണയ്ക്ക് ആകപ്പാടെ അങ്ങ് ടെൻഷൻ ഒന്നും, ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കുകയാണ്. അന്നേരം അരുണയ്ക്ക് അത് തോന്നുന്നുണ്ട്. അന്നേരം മൂർത്തിക്ക് കുഞ്ഞിനെ എടുത്തിട്ട് മനസ്സിലായില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന്. അന്നേരം വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മോളെ, നിങ്ങൾ ഇതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് നോക്കുമെന്ന് വാസുദേവൻ പറയുമ്പോൾ ആ ശരി മൂർത്തി വണ്ടി എടുക്കുമെന്ന് പറയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് അരുൺ ഓടി ഇറങ്ങുന്നുണ്ട്. മൂർത്തി പെട്ടെന്ന് ഇറങ്ങുകയാണ്, കാർ എടുത്തവർ പെട്ടെന്ന് പോവുകയാണ്. അന്നേരം വണ്ടി പോകുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് ശാരദയാണെങ്കിൽ ശാരികയാണെങ്കിൽ കുളി കഴിഞ്ഞ് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അവരെങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിന് നല്ല പനി, അവർ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് എന്ന് പറയുമ്പോൾ വാസുദേവൻ പറയുന്നുണ്ട്, നീയും കൂടി പോകേണ്ടതായിരുന്നു, അവർക്കൊരു ആശ്വാസമായേനെ, എന്നാൽ എങ്കിൽ ഞാൻ കൂടെ പോകാമെന്നും പറഞ്ഞ് അവർ കുളി കഴിഞ്ഞ് വന്ന വേഷമാണ്, നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്, തലയില തോർത്ത് കെട്ടൊക്കെ ഉണ്ട്. അന്നേരം ഇറങ്ങി അങ്ങോട്ട് ഓടുകയാണ് ശാരിക. അന്നേരം നീ ഈ വേഷത്തിലാണ് പോകുന്നതെന്ന് കാർത്തിയായനി ചോദിക്കുമ്പോൾ അത് സാരമില്ല, അല്ലെങ്കിൽ അവരെ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് അങ്ങ് ഗേറ്റ് കിടന്നങ്ങ് ഓടിപ്പോവുകയാണ്, കാറിന് പിന്നാലെ അങ്ങ് ഓടുകയാണ്. അന്നേരം കുറേ ദൂരം എത്തുമ്പോൾ കാറങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നുണ്ട് ശാരികയാണെങ്കിൽ. എന്നിട്ട് പോവാം, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്ക് എന്നിങ്ങനെ ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാം, എൻ്റെ മോളെ എങ്ങോട്ടത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്കിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ഈ ഓട്ടോക്കാരൻ പറയുമ്പോൾ ആ ശരി പെട്ടെന്ന് വിടുമെന്നിങ്ങനെ പറയുമ്പോൾ അവർ ഓട്ടോയിൽ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്.
ഇതേസമയം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ശ്യാമയും പിള്ളയും കൂടി രാഘവൻ നായരെ ചുമയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറക്കുകയാണ്. അന്നേരം നല്ല ശ്വാസം മുട്ടൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്ന് പറയുന്നത് ശ്യാമ വഴക്കുന്ന പോലെയല്ല പറയുന്നത്. അന്നേരം ചുമ അങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ഹോസ്പിറ്റലിൽ വരാൻ സമ്മതിച്ചു തന്നെ ഭാഗ്യമെന്ന് ഇങ്ങനെ പിള്ള പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടോ ഇവിടെ വന്നിട്ട് എന്താ തൽക്കാല ആശ്വാസത്തിനൊരു മരുന്നല്ല, അല്ലാതെ അസുഖമൊന്നും പോകത്തില്ല, വെറുതെ കാശ് കളയാനായിട്ട് നീ രാഘവൻ നായർ പറയുമ്പോൾ അത് കൊള്ളാം അച്ഛാ, കാശ് പോവുകയും ചെയ്യില്ല, പിന്നെ അസുഖം മാറുകയും വേണം, പിന്നെ രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ രോഹിത് മാത്രം ഓടിയിട്ട് എന്തിനാ, വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് രാഘവൻ നായർക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, വഴക്ക് പറയുന്നു. എന്നിട്ട് അകത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ പിള്ളയോട് ശ്യാമ പറയുന്നുണ്ട് അച്ഛനെ കാഷ്വാലിറ്റി അടുത്തേക്ക് ഇരുത്ത്, ഞാൻ പോയി ചീട്ടെടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ശ്യാമ അകത്ത് പോയി തുണ്ടെടുക്കുന്നുണ്ട്. അന്നേരം ആ ഡോക്ടറുടെ ക്യാബിൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അരുണയും മൂർത്തിയും കൂടി ആ കുഞ്ഞിനെയും കൊണ്ട് എത്തുന്നത്. അന്നേരം അതിന് മുന്നേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാറിലിരുന്നു കൊണ്ട് അരുണ ആകെ ടെൻഷനാണ്. മൂർത്തി ഒന്ന് പെട്ടെന്ന് വിട്, മോളെ കണ്ടില്ലേ, അന്നേരം ഒരു പനി വന്നതിനാണോ നീ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ സാധാരണയാണെന്ന് പറയുമ്പോൾ എൻ്റെ മോളുടെ ഇരിപ്പ് കണ്ടില്ലേ ഈശ്വരാ ഗുരുവായൂരപ്പ, ഞാനൊരു തുലാഭാരം നേർന്നാക്കാവുന്ന ഒരേ നേർച്ചയൊക്കെ നേർന്ന് അരുണയ്ക്ക് അകപ്പാട് ടെൻഷൻ, ഒട്ടും അത് ആ കുഞ്ഞിനൊരു പനി വന്ന് സഹിക്കാനായിട്ട് കഴിയുന്നില്ല, ഒന്ന് പെട്ടെന്ന് വിട് മൂർത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം പോവുകയാണെന്ന് പറഞ്ഞാണ് വണ്ടി ഓടിച്ച് എത്തുന്നതൊക്കെ. തുടർന്ന് അവരും ആണെങ്കിൽ ആ റിസപ്ഷനിൽ വന്നിട്ട് പീഡിയാട്രിഷനെ കാണാമെന്ന് പറയുമ്പോൾ നേരെ ചെന്ന് റൈറ്റ് പോയാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ഈ പിള്ളയും രാഘവൻ നായരും കൂടി അവരും കസേരയിലിരിക്കുകയാണ്. പക്ഷെ അവർ തിരിഞ്ഞ് അങ്ങോട്ടത്തേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ വെളിയിൽ നിന്ന് വരുന്നത് കാണുന്നില്ല. ഇവർ കുഞ്ഞിനെയും കൊണ്ട് ഇവരെ മറികടന്ന് തന്നെ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ കുഞ്ഞിനെ രാഘവൻ നായരോ പിള്ളയോ കാണുന്നുമില്ല. ഇതേസമയം ശാരി ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നേരം പെട്ടെന്ന് പോകുമെന്നൊക്കെ പറയുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓട്ടോക്കാരൻ പറയുകയാണ്. ശാരികയ്ക്കും ആകപ്പാട് ടെൻഷനുണ്ട്. അതായത് സ്വന്തം കുഞ്ഞിന് വയ്യാത്തന്നെ പോലെ തന്നെയാണ് ഒരു അമ്മയുടെ വെപ്രാളമൊക്കെ ശാരിക കാണിക്കുകയാണ്. അതേസമയം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ കാറിൽ വരുന്ന സീൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആകപ്പാടെ ഇങ്ങനെ വിഷമിക്കുകയാണ്. ഈ നാട്ടിലെവിടെയോ എൻ്റെ ശാരികേച്ചിയും കുഞ്ഞുമുണ്ട്, അവരെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ജില്ലാ കളക്ടർ കൂടിയായി എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം എങ്ങനെയാവും, പോലീസിൻ്റെ ഭാഗത്ത് നല്ല വ്യക്തമായൊരു അന്വേഷണം ഉണ്ടാകുന്നില്ല, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് പിന്നെ ശാലിനി വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. അതേസമയം അവിടെ രാഘവൻ നായർ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. ചീട്ടെടുക്കാൻ പോയ ശ്യാമ എന്തോ കാണുന്നില്ലല്ലോ, താൻ പോയി നോക്കുമെന്ന് പറയുകയാണ്. അന്നേരം അവിടെ ചിലപ്പോൾ തിരക്കായിരിക്കും, പിന്നെ സാറിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ എനിക്ക് ശ്യാമ കുഞ്ഞിന് മഴക്ക് കിട്ടുമെന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഞാനും കയറി ഓടാൻ പോവുകയല്ലേ, താൻ പോയി നോക്കുന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേസമയം കുഞ്ഞിനെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്. അന്നേരം അരുണയാണെങ്കിൽ ആകപ്പാട് വിഷമത്തിലുള്ള മൂർത്തി നമ്മുടെ മോള് കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കുന്നില്ല എന്ന്, കുഞ്ഞ് നല്ല മയക്കത്തിലാണ്. ഡോക്ടർ പരിശോധിച്ച ശേഷം പറയുന്നുണ്ട്, ട്രിപ്പൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്, മരുന്നിൻ്റെ ഒരു സെഡേഷൻ കാണും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അന്നേരം നമ്മുടെ മോള് എന്നൊക്കെ പറഞ്ഞ് ആകപ്പാട് കരച്ചിൽ കാണും. മൂർത്തി പറയുന്നുണ്ട് കുഞ്ഞിനെ അത് ശരിയാവും, അതിനേക്കാളും തളർന്ന അവസ്ഥയിലാണല്ലോ താനെന്ന്. അന്നേരം എനിക്കിത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല, കൈയും കാലുമൊക്കെ തളരുന്നത് പോലെയെന്നും പറഞ്ഞ് കുഞ്ഞിനെ നെറ്റിലേക്ക് കൊടുക്കുകയൊക്കെ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് ശാലിനി ആണെങ്കിൽ അരുണയെ ഫോൺ ചെയ്യുകയാണ്. തൻ്റെ ഫോണാണ് അടിക്കുന്നതെന്ന് പറയുമ്പോൾ മൂർത്തി പറയുമ്പോൾ അരുണ എടുക്കുന്നത് ശാലിനിയാണെന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അന്നേരം അരുണ താനിപ്പോൾ ഫ്രീ ആണ്, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു പറയുമ്പോൾ ഞാൻ ഒട്ടും ഫ്രീ അല്ല, സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, എൻ്റെ മോൾക്ക് പനി കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശാലിനി ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഏത് ഹോസ്പിറ്റൽ ചോദിക്കുമ്പോൾ മെഴ്സി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ശരി ഞാൻ അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുകയാണ്. അന്നേരം മൂർത്തിയോട് അരുണ പറയുന്നുണ്ട് ശാലിനി ഇങ്ങോട്ടത്തേക്ക് വരാം. എന്നിട്ട് രാമേട്ടനോട് മെഴ്സി ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടാനായിട്ട് ശാലിനി പറയുന്നുണ്ട്. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിലേക്ക് ശാരിക ഓട്ടോയിലെത്തുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാരിക തലയിൽ തോർത്താണെങ്കിൽ ഇങ്ങനെ തലയിൽ കൂടി അങ്ങ് തട്ടയിടുന്ന പോലെ അങ്ങോട്ട് ഇടുകയാണ്. എന്നിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടുമ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് അത് കാശ് തന്നിട്ട് പോകും, 140 രൂപ എന്ന് പറയുകയാണ്. അന്നേരം കാശ് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശാരിക അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരത്തേക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നുണ്ട് വണ്ടിയുടെ ഓട്ടോയുടെ ഇടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ മാറ്റിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അകത്ത് റിസപ്ഷനിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ തന്നെയാണ് രാഘവൻ നായരും പിള്ള ഇരിക്കുന്നത്. പക്ഷെ അവർ ഈ വെളിയിൽ നിന്ന് വരുന്നവരുടെ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് കയറി വരുന്നവരെ കാണുന്നില്ല. അന്നേരം കുഞ്ഞിനെയും കൊണ്ട് ആരെങ്കിലും പനിയായിട്ട് ഇവിടെ വന്നാലും ചോദിക്കുമ്പോൾ പീഡിയാട്രിഷൻ കാണുന്നില്ല, അവർ ആ സൈഡിലുണ്ടെന്ന് പറയുമ്പോൾ ശാരിക അങ്ങോട്ടത്തേക്ക് ഇവരെ കടന്നു തന്നെയാണ് പോകുന്നത്. പക്ഷേ രാഘവൻ നായർ ഇങ്ങനെ ക്ഷമനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് കൊണ്ടും പിള്ള ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട് ശാരികയെ കാണുന്നുമില്ല. ശാരിക അകത്തേക്ക് കയറി പോവുകയാണ്. അതൊന്ന് രാഘവൻ നായർ എഴുന്നേൽക്കുകയാണ്. അന്നേരം ഞാൻ വീട്ടിൽ പോകണം, എനിക്കിരിക്കാൻ വയ്യെന്ന് പറയുമ്പോൾ അയ്യോ സാറേ ഡോക്ടറെ കാണാൻ ചെന്നാൽ സത്യാമ്മ വഴക്ക് പറയുമെന്ന്, തൻ്റെ ഒരു സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്യാമ എവിടെ പോയി ഇത്രയും നേരം ആയല്ലോ, അന്നേരം അവിടെ തിരക്ക് കാണുമെന്നൊക്കെ പറഞ്ഞപ്പോൾ രാഘവൻ നായർക്ക് ഒട്ടും ക്ഷമയില്ലാന്നൊക്കെയാണ്. അന്നേരത്തേക്ക് ശ്യാമ വരുന്നു.
വരുന്നുണ്ട്. ശ്യാമക്കുഞ്ഞ് വന്നല്ലോ എന്ന് പറയുന്നു. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു എന്നും പറഞ്ഞ് രാഘവൻ നായർ ശ്യാമയെ വഴക്ക് പറയുന്നു. അന്നേരം അച്ഛൻ അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ടോക്കൺ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ നമ്മളെ വിളിക്കും, പക്ഷേ നമുക്ക് മുന്നേ വന്നവർ കഴിഞ്ഞിട്ടല്ലേ നമ്മളെ വിളിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ ബഹളം കൂട്ടുക. ശ്യാമ പറയുന്ന അച്ഛൻ്റെ കുഴപ്പം എന്താണെന്നോ, ക്ഷമയില്ല, വരുന്നതിന് മുമ്പ് പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക എന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുന്നു. രാഘവൻ നായർക്ക് നന്നായിട്ട് ശ്വാസം കൊണ്ടിട്ട് ഇതൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം പിന്നെ ശ്യാമയോട് പറയാം, നീ നമ്മുടെ നമ്പർ എപ്പോൾ വരുമെന്ന് പോയി ചോദിച്ചിട്ട് വാ. അന്നേരം മനുഷ്യനെ ഒന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വഴക്ക് വെറുത്തുകൊണ്ട് ശ്യാമ പോകുന്നുണ്ട്. അന്നേരം ഇരിക്കും സാറേ എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ഇരിക്കും, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുമെന്നും പറഞ്ഞ് രാഘവൻ നായർ ഒരുവിധം ക്ഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനിയും അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ശാലിനി അകത്തേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റി രാമേട്ടനോട് പറയുന്നുണ്ട് വണ്ടി ഇവിടെ ഇടാൻ പറ്റില്ല. അന്നേരം മാഡം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. റിസപ്ഷനിൽ വന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് അരുണയുടെ മകളെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാഡം അവിടെ ഒന്ന് തിരക്കി നോക്കൂ എന്ന് പറയുമ്പോൾ ശാലിനി ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ടത്തേക്ക് പോകുക. ശാലിനിയും ഈ രാഘവൻ നായരെയും പിള്ളയും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ശാലിനി അങ്ങ് നടന്നങ്ങ് പോവുകയും ചെയ്യുന്നു, അവരും കാണുന്നില്ല. രാഘവൻ നായർ അവിടെ ഇരുന്ന് ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശ്യാമ തിരക്കാൻ പോയിട്ട് തിരിച്ച് വരുന്നില്ല. ശ്യാമ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി ഇപ്പോൾ അച്ഛനോട് എന്ത് പറഞ്ഞാലും ബഹളം ഉണ്ടാക്കും, ഇവിടെങ്ങാണ് നിൽക്കാമെന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിൽക്കുകയാണ്. ശാലിനി ഇങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം അവിടെ വെളിയിൽ നിന്ന് ഓട്ടോക്കാരനാണെങ്കിൽ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ ചോദിക്കുന്നുണ്ട്, റിസപ്ഷനിൽ ചോദിക്കുകയാണ്, പിന്നെ ഈ എൻ്റെ 140 രൂപ കളഞ്ഞതല്ലേ, ഈ പെണ്ണുപിള്ളെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. റിസപ്ഷനിൽ ചോദിക്കുന്നില്ല. എന്നിട്ട് പിള്ളയോടും ചോദിക്കുന്നുണ്ട്, ഒരു നൈറ്റ് ഇട്ട തലയിൽ ചുമന്ന തോർത്തൊക്കെ ഇട്ട ഒരു സ്ത്രീ ഇങ്ങോട്ട് പോണ കണ്ടോ? അന്നേരം ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവരെ എവിടെ പോയി തപ്പുമെന്നും പറഞ്ഞ് അവിടെയൊക്കെ നോക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്തോ അയാൾ ചോദിച്ചത്. അന്നേരം ആ ആശുപത്രിയല്ലേ, പലരും വരും പോവും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഹോസ്പിറ്റലിലുണ്ട്. ഇത്രയും ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇവർ പരസ്പരം കാണുമല്ലോ എന്നാണ്. കാണത്തില്ല, മിക്കവാറും കാണത്തില്ല. അരുണയുടെ കുഞ്ഞിനെ പിന്നെ ശാലിനിയും കാണത്തില്ല. അവർ ചിലപ്പോൾ അങ്ങ് ശാലിനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫോൺ കോൾ വന്ന് ശാലിനി അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ അരുണ കുഞ്ഞിനെയും കൊണ്ട് അവിടെ കിടത്തിയിരിക്കുകയല്ലേ. പിന്നീട് രാഘവൻ നായർ ഇനി ബഹളം ഉണ്ടാക്കി തിരികെ പോകുമ്പോൾ ശ്യാമയൊക്കെ കൂടെ പോകും. അത് ഡോക്ടറെ കാണാൻ പോകുമോ എന്താകും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരിതിൽ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ഒരു കഥയ്ക്ക് എന്തെങ്കിലും എത്തത്തുള്ളൂ. ഇതിൽ ശാലിനി പറയുന്നുണ്ട് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോലും തനിക്ക് ജില്ലാ കളക്ടറായിട്ട് പോലും തനിക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. ഇതിനൊരു അവസാനം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.